കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ പ്രധാന റോഡുകളിലൊന്നായ കോട്ടച്ചേരിയിലെ കാഴ്ചയാണിത്. മഴ തുടങ്ങിയതേയുള്ളൂ, അപ്പോഴേക്കും അവസ്ഥ ഇതാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ് മഴയ്ക്കു മുമ്പേ ഇതിലൂടെയുള്ള യാത്ര വൻ ദുരിതമായിരുന്നെങ്കിലും ദിവസങ്ങൾക്ക് മുമ്പ് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. മഴ തുടങ്ങിയതോടെ യാത്രക്കാരുടെ അവസ്ഥ പഴയതു തന്നെ. അറ്റകുറ്റപ്പണിയിലെ അപാകത അന്നേരം തന്നെ ഓട്ടോ ഡ്രൈവർമാരും സമീപത്തെ കടക്കാരും ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും അധികൃതർ അവഗണിക്കുകയായിരുന്നു. ദിവസവും പുലർച്ചെ മുതൽ രാത്രി ഏറെ വൈകും വരെ ആയിരക്കണക്കിന് ആളുകൾ കാൽനടയായും വാഹനങ്ങളിലും കടന്നുപോകുന്ന റോഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഇങ്ങനെ ചെളിക്കുളമായി മാറിയിരിക്കുന്നത്. മഴ ഇനിയും കൂടാനിരിക്കെ അറ്റകുറ്റപ്പണി സാധ്യമല്ലെന്നിരിക്കെ ഈ ദുരിതം ഇനി എത്രനാൾ സഹിക്കേണ്ടി വരുമെന്ന ചോദ്യവും ഉയരുന്നു. ഇതിനിടെ പൊറുതുമുട്ടിയ ഓട്ടോ ഡ്രൈവർമാർ CITUവിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ കോട്ടച്ചേരിയിൽ റോഡ് ഉപരോധിച്ചിരുന്നു. ഒരു മാസം മുമ്പേ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് റോഡ് റിപ്പയർ ചെയ്യുകയും 2 മഴ വരുമ്പോൾ തന്നെ റോഡ് കുളമായി മാറുകയും ചെയ്തു. ആ റോഡ് പണിയിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് യൂണിയൻ മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു പാച്ച് വർക്ക് മാത്രമല്ല, അടിവരെ മുഴുവൻ കിളച്ച് ലക്ഷക്കണക്കിന് റുപ്യ ചെലവാക്കി ഉണ്ടാക്കിയ റോഡ് ഇത്രയും പെട്ടെന്ന് പോയത് വലിയൊരു അഴിമതി നടത്തിയതായിട്ടാണ് ഓട്ടോറിക്ഷ യൂണിയൻ കരുതുന്നത്. അതുകൊണ്ട് ആ റോഡിൻ്റെ പ്രശ്നം ചർച്ച ചെയ്ത് അത് അന്വേഷണം നടത്തി ആ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നില്ല ഇതുകൊണ്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് റോഡ് ഉപരോധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തുകയും യൂണിയന് അതിൻ്റെ ഒരു 10 ദിവസം കൊണ്ട് തന്നെ ആ കരാറുകാരനെ കൊണ്ട് തന്നെ ആ റോഡ് പണി ഫുള്ള് നല്ല രീതിയിൽ എടുക്കാമെന്നില്ല സമ്മതിച്ചതിൻ്റെ പേരിലാണ് ആ സമരം പിൻവലിച്ചത്. റോഡിന്റെ ഈ ശോചനീയാവസ്ഥ അധികൃതർ ഉടൻ പരിഹരിച്ചില്ല ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്ന് നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാരും കടയുടമകളും അറിയിച്ചു.